ഹായ് ഓൾ, വെൽക്കം ബാക്ക്. നമുക്കിന്നൊരു കിടിലൻ ടേസ്റ്റിലൊരു മുട്ട ബിരിയാണി തയ്യാറാക്കാം, അതും കുക്കറിൽ. അപ്പോൾ അതിനായിട്ട് ആദ്യം മുട്ടയൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഇനി ഒരു കുക്കറിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നമുക്ക് സവാള ആദ്യം ഒന്ന് വറുത്ത് മാറ്റി വയ്ക്കാം. ഇത് ഗാർണിഷ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സവാളയാണ്. നല്ല ഗോൾഡൻ കളർ ആകുമ്പോൾ അത് വറുത്ത് മാറ്റിയെടുക്കാം. ഇനി അതിലേക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസും ഒന്ന് വറുത്ത് മാറ്റിയെടുക്കുന്നുണ്ട്. ഇനി ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടെ നെയ്യും വെളിച്ചെണ്ണയും ഒഴിച്ചിട്ട് സവാള ഒന്ന് വഴറ്റിയെടുക്കാം. മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഇതിലേക്ക് മുഴുവൻ മസാല ചേർത്ത് കൊടുക്കാം. പട്ട, ഗ്രാമ്പു, ഏലക്ക എല്ലാം ഇട്ട് കൊടുക്കണം കേട്ടോ. നന്നായിട്ടൊന്ന് വഴറ്റിയ ശേഷം ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് 2 പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ പച്ചമണം മാറിയ ശേഷം നമുക്കിതിലേക്ക് ഒരു വലിയ തക്കാളി എരിഞ്ഞ് ചേർത്ത് കൊടുക്കാം കേട്ടോ. തക്കാളി നന്നായിട്ട് വഴന്ന ശേഷം ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂണ് എരിവെള്ള മുളക് പൊടിയും 1 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി 1.5 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും 1 ടീസ്പൂണ് ഗരം മസാലയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂണ് പുളിയില്ലാത്ത തൈരും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. എണ്ണ തെളിഞ്ഞ് വരണം കേട്ടോ. എണ്ണ തെളിഞ്ഞ് വന്ന ശേഷം നമുക്കിതിലേക്ക് ഒരു പിടി മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കണം കേട്ടോ. നന്നായിട്ടൊന്ന് വഴറ്റിയ ശേഷം നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കാം. ഇതൊരു അരമണിക്കൂർ കുതിർത്ത അരിയാണ് കേട്ടോ. ഇത് ജീരകശാല റൈസാണ് ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് വഴറ്റിയ ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് 4 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട് കേട്ടോ. അതായത് 1 കപ്പിന് 2 കപ്പ് വെള്ളം എന്ന കണക്കാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട തൊലി കളഞ്ഞിട്ട് അതിലേക്ക് വെച്ച് കുക്കറൊന്ന് മൂടി 1 വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കാവേ. കറക്റ്റ് 1 വിസിൽ മതി കേട്ടോ. 1 വിസിൽ വന്ന ശേഷം ആവി നന്നായി പോയ ശേഷം തുറന്നിക്കാം കേട്ടോ. അപ്പോൾ കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് വെന്തിട്ടുണ്ടാവും. ഇത് പെർഫെക്റ്റ് ആയിട്ട് ഇപ്പോൾ കുക്കായി വന്നിട്ടുണ്ട്. വെള്ളമുള്ള പോലെ തോന്നുമെങ്കിലും ആറി കഴിയുമ്പോൾ പെർഫെക്റ്റ് ആയിട്ടിരിക്കും കേട്ടോ റൈസ്. അപ്പോൾ നമുക്കിത് ആറാനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഞാൻ പകർത്തി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മുട്ടയും പിന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സവാളയും അണ്ടിപ്പരിപ്പും കൊണ്ടൊന്ന് ഗാർണിഷ് ചെയ്യാം. കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ഇതിൻ്റെ പുറത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ കിടിലനായിട്ടുള്ള മുട്ട ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.